കഷ്ടതയ്ക്ക് വേണ്ടിയാണോ നിങ്ങൾ ജനിച്ചതെന്ന് തോന്നുമാർ എണ്ണിക്കൂടാത്ത അസംഖ്യം അനർത്ഥങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന വ്യക്തിയായിരിക്കാം. എൻ്റെ ജീവിതം ഇതിനു വേണ്ടി മാത്രമാണോ ദൈവം കണ്ടിട്ടുള്ളത്? എനിക്കൊരു സമാധാനത്തിൻ്റെ ജീവിതമില്ലേ? എനിക്കൊരു വിടുതലില്ലേ? എനിക്കൊരു മോചനമില്ലേ എന്ന് നിങ്ങൾ ചോദിക്കുന്ന അല്ലെങ്കിൽ ഗദ്ഗതപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങൾ ജീവിച്ചിരിക്കുന്നതും ഇന്ന് നിങ്ങൾ ഈ ദൈവശബ്ദം കേൾക്കുന്നതും ദൈവത്തിന് നിങ്ങളോടുള്ള കരുണയും സ്നേഹവും തീർന്നു പോയിട്ടില്ല എന്ന് നിങ്ങളെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ 34-ാം സങ്കീർത്തനത്തിലെ 19-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ഭക്തൻ പാടുന്ന ഒരു പാട്ടുണ്ട്. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, യഹോവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. പാപിക്കുള്ള അനർത്ഥങ്ങൾ അസംഖ്യമാകണമെന്നല്ല പറഞ്ഞത്, നീതിമാന്റെ അനർത്ഥങ്ങൾ. അപ്പോൾ ദൈവത്തിൻ്റെ പൈതൽ, ദൈവത്തിൻ്റെ നീതിമാൻ, അവനെതിരെ ഒരുപാട് അനർത്ഥങ്ങൾ കടന്നു വരുന്നു. ഒരുപാട് അനർത്ഥങ്ങൾ, സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ, സംഖ്യയില്ലാത്ത പ്രതിസന്ധികൾ, എണ്ണാൻ പറ്റത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. ഓർത്ത് നോക്കിക്കേ, നിങ്ങൾ കടന്നുപോയ പ്രതിസന്ധി, നിങ്ങൾ കടന്നുപോയ ശോധന നിങ്ങളുടെ അയൽവക്കക്കാർക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കോ മറ്റുള്ളവർക്കോ അവർ ആ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയെങ്കിൽ ഇന്ന് അവർ ലോകത്തിൽ കാണുകയില്ല, അവർ പിടിച്ചു നിൽക്കുകയില്ല. ഒന്നുകിൽ അവരുടെ ജീവിതം അവർ അവസാനിപ്പിച്ചിരിക്കും, അല്ലെങ്കിൽ ആ പ്രതിസന്ധി അവരെ കൊണ്ട് പോയിരിക്കും. പക്ഷെ നിങ്ങൾ ഇന്ന് നിൽക്കുന്നു. അവയെല്ലാറ്റിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിച്ചിട്ടാണ്. അതുകൊണ്ട് നാശത്തിന് വേണ്ടിയാണെന്ന് മാത്രം പറയണ്ട, അതിനപ്പുറത്തേക്ക് ദൈവം എനിക്കൊരു വിടുതൽ തരുന്നു. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിൾ നമ്മൾ ആദ്യോടന്തം പഠിക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്ന ഭക്തന്മാരുടെ ചരിത്രങ്ങൾ മുഴുവൻ കഷ്ടസമ്പൂർണമായ ജീവിതത്തിനകത്തും അവർ ദൈവത്തെ മുറുകെ പിടിച്ച ചരിത്രങ്ങളാണ്. ദൈവഭക്തി മുറുകെ പിടിച്ചവരാണ്. കഷ്ടസമ്പൂർണമായ ജീവിതമാണ്, എന്നാലും അതിനകത്തെല്ലാം എങ്ങനെ ജയിച്ചു കയറി, എങ്ങനെ മുന്നോട്ട് പോയി. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായം 33-ാം വാക്യത്തിൽ വിശ്വാസ വീരന്മാരെ കുറിച്ച് കൂടുതൽ പറഞ്ഞിരിക്കുമ്പോൾ ഒരു വാക്ക് ഇങ്ങനെ ചേർത്തിരിക്കുന്നത്, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു. ഹല്ലേലൂയ. സ്ത്രീകൾക്ക് തീയുടെ ബലം കെടുത്തു, വാളിൻ്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, വലിയ നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. അപ്പം ഇങ്ങനെ വിശ്വാസ വീരന്മാർ അവർ കടന്നുപോയ ഒരുപാട് ശോധനകൾ, അതിന് നടുവിലും അവർ വാഗ്ദത്തം പ്രാപിച്ചെന്ന്, അതിന് നടുവിൽ അവർ രാജ്യങ്ങളെ അടക്കി, അതിന് നടുവിൽ സിംഹങ്ങളുടെ വായ അടച്ചു. സിംഹങ്ങളുടെ വായ അടയ്ക്കാൻ വേണ്ടിയാണ് ദൈവം സിംഹത്തിൻ്റെ കുഴിയിലോട്ട് ഇടുന്നത്. ആമേൻ. സിംഹത്തെ വലിച്ചു കീറാൻ വേണ്ടിയാണ് നിങ്ങൾക്കെതിരെ, ദാവീദിനെതിരെ സിംഹം കടന്നു വന്നത്. നമ്മൾ ചിന്തിക്കും ദാവീദിനെ തിന്നാൻ വേണ്ടി വന്നതാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ആ സിംഹത്തിൻ്റെ വായ വലിച്ചു കീറാൻ ദൈവം വേറെ ആരുടെ മുമ്പിൽ ഇട്ട് കഴിഞ്ഞാൽ സിംഹം അവനെ തിന്നേനെ. പക്ഷെ ദാവീദിന്റെ മുമ്പിലേക്ക് ദൈവം വിട്ടുകൊടുത്ത് അതിനെ വലിച്ചു കീറാൻ വേണ്ടിയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി, നിങ്ങൾ അനുഭവിക്കുന്ന ശോധന ദൈവം നിങ്ങൾക്ക് അനുവദിച്ചു തന്നത് അത്തരത്തിലുള്ള പ്രതിസന്ധി കടന്നു പോകുന്ന ചിലതിനെ നിങ്ങൾ വലിച്ചു പുറത്തു കൊണ്ടുവരാനുള്ള ഒരു അധികാരം പ്രാപിക്കാൻ വേണ്ടിയാണ്. ആമേൻ. ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന കാര്യം 5-ാമത്തെ അധ്യായത്തിൽ 1-2 വാക്യം ഒന്ന് ശ്രദ്ധിച്ച് 18-19. അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു, ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു. 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7-ാമത്തതിലും തിന്മ നിന്നെ തൊടുകയില്ല. ഹല്ലേലൂയ. മുറിക്കുകയും മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്ന ദൈവം, ചതക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്ന ദൈവം. 6 കഷ്ടങ്ങളിൽ നിന്ന് യഹോവ വിടുവിക്കും, 7-ാമത്തതിലും തിന്മ തൊടുകയില്ല. ഓർത്ത് നോക്കിക്കേ, യോബിന്റെ ജീവിതത്തിൽ ഒടുവിൽ എന്താ സംഭവിച്ചത്? അവന്റെ സഹോദരന്മാർ, അവനെ കുറ്റപ്പെടുത്തിയ സഹോദരന്മാർ ഇയ്യോബിന്റെ മുമ്പിൽ വന്നിരിക്കുകയും ഇയ്യോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമായിരുന്നു. ദൈവം പറയാണ്, നിങ്ങൾ എനിക്ക് വിഹിതമല്ലാത്ത വർത്തമാനങ്ങളാ എൻ്റെ ദാസനോട് പറഞ്ഞത്.
പ്രിയമുള്ളവർ, നമ്മുടെ കഷ്ടത കാണുമ്പോൾ പലർക്കും പല അഭിപ്രായം തോന്നും. പല കുറ്റങ്ങളും പറയാൻ കാണും. ഇവൻ കാരണമാണോ, അമ്മയപ്പന്മാർ കാരണമാണോ, ജനിച്ച ദിവസത്തിൻ്റെതാണോ, വളർന്ന സാഹചര്യങ്ങളുടേതാണോ, ഇത് എന്താ പറയുന്നത്, ഒത്തിരി കാരണങ്ങളാണ് അവർക്ക് പറയാനുള്ളത്. വേറെ ചിലരാണെങ്കിൽ അത് ആരോ ആഭിചാരം ചെയ്തതിൻ്റെ, ആരോ മന്ത്രവാദം ചെയ്തതിൻ്റെ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ പലർക്കും പറയാൻ കാണും. നിങ്ങളെന്ത് പറയുന്നു? അതൊക്കെ വിശ്വസിക്കാൻ നിൽക്കുവാണോ? അതോ എൻ്റെ ദൈവം അറിയാതെ എൻ്റെ തലയിൽ ഒരു മുടി പോലും വീഴത്തില്ല, എൻ്റെ എന്താ പറയുന്നത്, ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്, ഇതിൻ്റെ അകത്ത് യേശു വസിക്കുന്നത് നിങ്ങൾ പറയുമോ? അതോ എനിക്കും തോന്നിയിട്ടുണ്ട് അവർ അത് ചെയ്തതിൻ്റെ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കണമെന്ന് എന്താ നിർബന്ധം? അനുവദിക്കില്ല. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിൽ പിശാചിൻ്റെ ഒരു അവകാശവും ഇല്ല, അത് വേണ്ട. നമ്മളിത് പറയാൻ തയ്യാറായാൽ മതി, അപ്പോഴേ വിട്ടുമാറും. നമ്മളെ ഭീതിപ്പെടുത്തി നമ്മുടെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ മാത്രമേ പിശാച് ശ്രമിക്കുന്നുള്ളൂ, വേറെ ഒരു കാര്യം ചെയ്യിക്കുന്നില്ല. നമ്മളെ ഭീതിപ്പെടുത്തി നമ്മുടെ ഉള്ളിൽ അവൻ്റെ കുറേ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. ദൈവം എന്താ ചെയ്യുന്നത്? ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് ദൈവത്തിനൊരു വിശ്വാസം ഉണ്ടാക്കാൻ ദൈവം നമ്മളെ നോക്കുക. കണ്ടോ പിശാചിന്റെ തന്ത്രം? കണ്ടോ? ദൈവത്തിൻ്റെ വചനം നമ്മുടെ അകത്തേക്ക് കയറ്റി വിട്ടിട്ട് ദൈവത്തിൽ വിശ്വാസമുള്ളവരായി തീർന്നാൽ നമ്മൾ വിജയിച്ചു. പിശാചോ നമ്മളെ ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും റിപ്പോർട്ടുകളും ലോകപരമായ ജ്ഞാനങ്ങളും അറിവുകളൊക്കെ നമ്മുടെ ചെവിക്കകത്തേക്ക് കുത്തിയിറച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ പോകുന്നു എന്നുള്ള ഭീതി ഉണ്ടാക്കുകയാണ്, അവനെ വിശ്വസിപ്പിക്കുകയാണ്. അവിടുന്ന് പുറത്തു വരണം, ദൈവ വചനത്താൽ പുറത്തു വരണം. ദൈവം പറഞ്ഞേ നടക്കുള്ളൂ, എനിക്ക് ദോഷം വരികയില്ല, ശാപം ഫലിക്കുകയില്ല, മന്ത്രവാദം എന്നെ തൊടുകയില്ല, ആവിയാരത്തിന് എൻ്റെ പേര് അധികാരമില്ല, ഞാൻ ദൈവത്തിൻ്റെ പൈതൽ, എൻ്റെ യേശുവിൻ്റെ രക്തത്താൽ ഞാൻ കഴുകപ്പെട്ടിരിക്കുന്നു, ദൈവം എന്നെ നീതീകരിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ നീതിമാനാണ്. ഇതൊക്കെ പറയണം. ഹല്ലേലൂയ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കാര്യമാക്കാതെ ഒഴിവാക്കി വിടണം. എല്ലാം ഉൾക്കൊള്ളേണ്ട കാര്യമില്ല, ഒഴിവാക്കണതിനെ ഒഴിവാക്കിക്കോണം. വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്ക് ചേരുന്നത് മാത്രം എടുക്കണം. ഹല്ലേലൂയ. രാമേൻ പറഞ്ഞേ അമേൻ. ഈ ഞായറാഴ്ച പരിശുദ്ധാത്മാവ് നൽകുന്ന ദൂത് അതാണ്, തിന്മ നിങ്ങളെ തൊടുകയില്ല. ഹല്ലേലൂയ. എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും യഹോവ നിങ്ങളെ വിടുവിക്കും. അതുകൊണ്ട് എണ്ണമറ്റ അനർത്ഥങ്ങൾ വന്നാലും അവയെല്ലാത്തിനും വിടുവിക്കാൻ എനിക്കൊരു ദൈവമുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ എനിക്ക് തോന്നുന്നേ 22-ാമത്തെ അധ്യായത്തിലാണെന്ന് തോന്നുന്നു, ഇങ്ങനെ 14-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ ദർബയിൽ സഭയിൽ വന്നിട്ട് പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു, അല്ലേ? നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു പറഞ്ഞുകൊണ്ട് അവരുടെ മനസ്സ് ഉറപ്പിച്ചു. അപ്പോൾ എനിക്കത് വിഷയമല്ല, ഈ പ്രതിസന്ധി വിഷയമല്ല, എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട്, എനിക്ക് ദൈവരാജ്യത്തിൽ കടക്കണം, അതാണ് എൻ്റെ വിഷയം. ഹല്ലേലൂയ. വിടുവിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്, ഉദ്ധരിക്കുന്നൊരു ദൈവമുണ്ട്, എല്ലാറ്റിനെയും ഫേസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവാത്മാവിൻ്റെ ശക്തിയുണ്ട്. ഹല്ലേലൂയ. 71-ാം സങ്കീർത്തനത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും, ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. ഒരുപാട് കഷ്ടതകൾ കണ്ടതല്ലേ നിങ്ങളുടെ ജീവിതം? ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയതല്ലേ നിങ്ങളുടെ ജീവിതം? എന്താ ദൈവം ചെയ്തത്? അതിന് നടുവിൽ നിങ്ങളെ വീണ്ടും ജീവിപ്പിച്ചിട്ടുണ്ട്, ഇനിയും ജീവിപ്പിക്കും, ഇനിയും മുന്നോട്ട് പോകും. തീരുന്നില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിക്കുന്നവരുണ്ട്. ഇങ്ങനെയായാൽ എൻ്റെ ആരോഗ്യം എന്താകും? ഇങ്ങനെയായാൽ എൻ്റെ ഭാവി എന്താകും? ഇങ്ങനെയാണെങ്കിൽ എൻ്റെ തലമുറ എന്താകും? ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്താകും എന്നൊക്കെ ചിന്തിക്കുമ്പോഴും എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു പറയാൻ. അവൻ എന്നെ വീണ്ടും കരകയറ്റും, ആഴങ്ങളിൽ തന്നെ തിരികെ കയറ്റും, എന്നെ വീണ്ടും ജീവിപ്പിക്കും. ആമേൻ. ഹല്ലേലൂയ. ദൈവം എന്നെ വീണ്ടും ജീവിപ്പിക്കും. ഉയർപ്പിൻ്റെ ശക്തി എൻ്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് വിശ്വസിച്ചോ? നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, അവ എല്ലാറ്റിൽ നിന്നും യഹോവനെ വിടുവിക്കും. അവൻ വീണാലും നിലംപരിചാകാൻ ദൈവം സമ്മതിക്കുകയില്ല. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കും. ഈ ഞായറാഴ്ച ഈ ദൈവശബ്ദം നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുത്തുകൊണ്ട് പിശാചിൻ്റെ ഒരു വാക്കുകൾക്കും ശബ്ദത്തിനും ശക്തിക്കും അവൻ്റെ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ഹൃദയത്തിലോ നമ്മുടെ മൈൻഡിലോ നമ്മുടെ ചിന്തകളിലോ നമ്മുടെ ചെവികളിലോ ഒന്നൊരു ഇടം കൊടുക്കാതെ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കേ, ഒരു ശത്രുവും നമ്മളെ തൊടത്തില്ല. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നു,
കർത്താവേ, അനർത്ഥങ്ങൾ അസംഖ്യമായി നിന്റെ മക്കളുടെ ജീവിതത്തിലുണ്ട്. എല്ലാത്തിൽ നിന്നും വിടുവിക്കുവാൻ ഒരു ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നെങ്കിലും ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും ഞങ്ങൾ നശിച്ചു പോകുന്നില്ല. കർത്താവേ, ജീവൻ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുവാൻ, ആത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കുവാൻ ദൈവം തരുന്ന എല്ലാ അവസരങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിക്കട്ടെ, ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ. അവർ ജീവിക്കട്ടെ, എഴുന്നേറ്റ് നിൽക്കട്ടെ, ആത്മാവിൽ സഞ്ചരിക്കട്ടെ. കർത്താവെ, അവരുടെ വീഴ്ചയും പതനവും നാശവും കാണാൻ നോക്കുന്ന ദുഷ്ടശക്തികളുടെ നടുവിൽ കർത്താവെ, നിന്റെ മക്കൾ ധൈര്യത്തോടെ ദാനീയേൽ സഞ്ചരിച്ചതുപോലെ നിന്റെ മക്കൾ സഞ്ചരിക്കട്ടെ, ദാവീദ് സഞ്ചരിച്ചതുപോലെ സഞ്ചരിക്കട്ടെ. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞായറാഴ്ച ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 8:45 മുതൽ 9:45 വരെ ഓൺലൈൻ വർഷിപ്പ്, പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുകയും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ സെഷൻ, ഒരു വിടുതൽ സന്ദേശം, നിങ്ങളുള്ള പ്രത്യേക ദൂത്, ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും 1 മണിക്കൂർ കൊണ്ട്. ഇന്ന് രാത്രി 8:45 മുതൽ 9:45 വരെ. അത് സൂമിലൂടെയാണ്. അതിൻ്റെ സൂം ഐഡിയും ലിങ്കും ഇനി പാസ്വേഡും ഒക്കെ നമ്മുടെ ചാനലിൻ്റെ പാസ്റ്റർ ബെന്നി ജോസഫ് എന്ന ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുള്ളവർക്ക്, അത്യാവശ്യമുള്ളവർ, അതിനകത്തൊരു നമ്പറുണ്ട്, അതിനകത്ത് വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലസ്ഡ് സൺഡേ.